ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സാമൂഹിക പുനർനിർമ്മാണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥി പങ്കാളിത്തം ശക്തമാക്കുന്നതിനായുള്ള വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 നാളെ തുടക്കമാകും. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ഇന്ന് പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടക്കുന്നു. കേരളത്തിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഘട്ടമാണിതെന്ന് മന്ത്രി വീണ ജോർജ്. ജമ്മുകാശ്മീരിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പുറത്തിറക്കി. കേരളത്തിൽ കൊല്ലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം വൈകിട്ട് 3 വിശാഖപട്ടണത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക പുനർനിർമ്മാണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഹമ്മദാബാദിൽ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ 71ാമത് ബിരുദദാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്നത് നമ്മുടെ ദേശീയ മുൻഗണനയാണെന്നും സ്വദേശി ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുക്കണമെന്നും രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 നാളെ തുടക്കമാകും. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി നാളെ രാജ്യവ്യാപകമായി എല്ലാ സ്കൂളുകളിലും തത്സമയ ബിൽഡത്തോൺ നടക്കും. സ്കൂളുകൾക്ക് ഈ മാസം 14 മുതൽ 31 വരെ എൻട്രികൾ സമർപ്പിക്കാം. വിജയികളെ ഡിസംബറിൽ പ്രഖ്യാപിക്കും. കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്നു മുതൽ ഒക്ടോബർ 17 വരെ ഇന്ത്യ, സിംഗപ്പൂർ, ചൈന എന്നിവിടങ്ങളിൽ നയതന്ത്ര സന്ദർശനം നടത്തും. ഇന്ത്യ സന്ദർശന വേളയിൽ അനിത ആനന്ദ് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. വ്യവസായ മേഖലയിലെ ഇന്ത്യ കാനഡ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി കനേഡിയൻ വിദേശകാര്യമന്ത്രി മുംബൈയിൽ വിവിധ പരിപാടികളിലും പങ്കെടുക്കും. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ഇന്ന് പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടക്കുന്നു. കേരളത്തിൽ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിലെ ശിശുമരണ നിരക്ക് ചരിത്രത്തിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഘട്ടമാണിതെന്ന് മന്ത്രി പറഞ്ഞു. ശിശുമരണ നിരക്ക് ഇപ്പോൾ 5-ഉം നവജാത ശിശുമരണ നിരക്ക് 3-നും 4-നും ഇടയ്ക്കുമാണ്. അത് വീണ്ടും കുറയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. മാതാപിതാക്കളുടെ റോൾ വളരെ വളരെ നിർണായകമാണ്. നമ്മൾ എല്ലാ റൂട്ടീൻ വാക്സിനുകളും എടുത്തിട്ടുണ്ടെങ്കിലും പൾസ് പോളിയോ എന്ന ബൂത്തുകളിൽ പോയി എല്ലാ മാതാപിതാക്കളും ഈ ദിവസങ്ങളിൽ ഇന്ന് തുല്യമരുന്ന് സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. നമ്മുടെ സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ശിശുമരണ നിരക്ക് 5 ആണ്. ആരോഗ്യ പ്രവർത്തകർ ക്ഷീണമായി പുറപ്പെടുവിക്കുന്നതാണ്. കേരളത്തിൽ 5 വയസ്സിന് താഴെയുള്ള 21 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇന്ന് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും സന്നദ്ധ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. സീഷെൽസിന്റെ പുതിയ പ്രസിഡന്റായി പാട്രിക് ഹെർമിനി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരുന്ന അദ്ദേഹം നിലവിലെ പ്രസിഡന്റ് വേവൽ രാം കലവാനെയാണ് പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹെർമിനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിലൂടെ ആശംസകൾ നേർന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. മംഗോളിയൻ പ്രസിഡന്റ് ഖുറേൽ സുഖ് ഉഖ്ന 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മംഗോളിയൻ പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. ജമ്മുകശ്മീരിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 3 സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പുറത്തിറക്കി. ഗുലാം മുഹമ്മദ് മിർ, രാകേഷ് മഹാജൻ, സത്പാൽ ശർമ്മ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ഈ മാസം 24-നാണ് ജമ്മുകാശ്മീരിലെ 4 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. കൊല്ലം സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സെപ്റ്റംബർ 23-ന് നടത്തിയ പരിശോധനയിൽ ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരാറിന് അന്തിമ രൂപം നൽകുന്നതിനായി നാളെ ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ ഉന്നതതല ഉച്ചകോടി നടത്തുമെന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് LCCയും സംയുക്തമായി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ 20-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത മാസം മുതൽ 100% തീരുവ ഏർപ്പെടുത്താനുള്ള US തീരുമാനത്തിനെതിരെ ചൈന. ഈ നടപടി ഇരട്ടത്താപ്പാണെന്ന് ചൈന അഭിപ്രായപ്പെട്ടു. അതേസമയം അപൂർവ രാസമൂലക ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് USന്റെ പുതിയ തീരുമാനം. ഈ മാസം അവസാനം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച റദ്ദാക്കുമെന്നും വാഷിംഗ്ടൺ അറിയിച്ചു. എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സുഗമ്യ ഭാരത് മൊബൈൽ ആപ്പിന്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കി. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം മുൻകൈയെടുത്താണ് ആപ്പ് നവീകരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഭിന്നശേഷിക്കാരായ ഉപയോക്താക്കളുടെ സൌകര്യത്തിന് മുൻഗണന നൽകുന്ന നിരവധി മാറ്റങ്ങളാണ് സുഗമ്യ ഭാരത് മൊബൈൽ ആപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രീൻ റീഡർ സൌകര്യം, വോയിസ് നാവിഗേഷൻ, വിവിധ ഇന്ത്യൻ ഭാഷകളിലുള്ള വിവരങ്ങൾ എന്നിവ ആപ്പിന്റെ പ്രത്യേകതകളാണ്. ഭിന്നശേഷിയുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അടിസ്ഥാന സൌകര്യങ്ങളെയും സേവനങ്ങളെയും കുറിച്ചുള്ള പരാതികൾ അവർക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്നതാണ് പരിഷ്കരിച്ച പതിപ്പിന്റെ മറ്റൊരു സവിശേഷത. ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ നവീകരിച്ച സുഗമ്യ ഭാരത് മൊബൈൽ ആപ്പ് ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രശസ്ത ഹോളിവുഡ് നടിയും ഓസ്കാർ ജേതാവുമായ ഡയാൻ കീറ്റൺ അന്തരിച്ചു. ഇന്നലെ കാലിഫോർണിയയിലായിരുന്നു അന്ത്യം. 79 വയസ്സായിരുന്നു. 1970കളിൽ ഗോഡ് ഫാദർ ചലച്ചിത്ര പരമ്പരയിലൂടെയാണ് ഡയാൻ അഭിനയരംഗത്ത് പ്രശസ്തി നേടിയത്. 1978 പുറത്തിറങ്ങിയ ആനി ഹോൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അക്കാദമി അവാർഡ് കരസ്ഥമാക്കി. ഗോൾഡൻ ഗ്ലോബ്, ബാഫ്റ്റ പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ഉച്ചയ്ക്ക് 3 മണിക്ക് വിശാഖപട്ടണത്താണ് മത്സരം. ഇന്ത്യയ്ക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ വെസ്റ്റ് ഇൻഡീസ് പൊരുതുന്നു. 1ാം ഇന്നിംഗ്സിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 9 വിക്കറ്റിന് 248 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് 5-ന് 518 റൺസിൽ ഡിക്ലെയർ ചെയ്തിരുന്നു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് മലപ്പുറം FC കണ്ണൂർ വോറിയേഴ്സിനെ നേരിടും. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് ശങ്കരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധനകൾ പുരോഗമിക്കുന്നു. ഇന്നലെ സന്നിധാനത്തെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചപ്പോൾ മുതൽ വഴിപാട് സാമഗ്രികളുടെ സ്റ്റോക്ക് രജിസ്റ്റർ, മഹസർ എന്നീ രേഖകൾ തമ്മിലും യഥാർത്ഥ സ്റ്റോക്കുമായും വലിയ വൈരുദ്ധ്യം കണ്ടെത്തിയതായാണ് വിവരം. ദ്വാരപാലക ശില്പങ്ങളുടെ പാളികളും പഴയ വാതിലുകൾ, കട്ടിള എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനയും നടക്കും. സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തങ്കയങ്കിയടക്കം തിരുവാഭരണങ്ങളും വഴിപാട് സാമഗ്രികളും സൂക്ഷിച്ചിട്ടുള്ള ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ദേശീയ സുരക്ഷാ സേന NSGയുടെ സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സ്പെഷ്യൽ കോമ്പോസിറ്റ് ഗ്രൂപ്പ് ഇന്ന് മുംബൈയിൽ സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും മുംബൈ ഭീകരാക്രമണത്തിലെ ധീരനായകൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അനുസ്മരണാർത്ഥവുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശാരീരിക ക്ഷമത, ഐക്യം, ദേശീയ കടമ എന്നിവയുടെ പ്രതീകമായി NSG ഉദ്യോഗസ്ഥർക്കൊപ്പം 250-ലധികം പ്രൊഫഷണൽ സൈക്ലിസ്റ്റുകളും പരിപാടിയിൽ പങ്കെടുത്തു. പുതുതലമുറ GST പരിഷ്കരണം ഉത്തർപ്രദേശിലെ കരകൌശല വിദഗ്ധർ, കർഷകർ, ചെറുകിട സംരംഭങ്ങൾ എന്നിവർക്ക് വലിയ ഉത്തേജനം പകരുന്നു. സംസ്ഥാനത്തിന്റെ പൈതൃക കരകൌശല വസ്ത്രമേഖലകൾക്കും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കാൺപൂരിലെയും ആഗ്രയിലെയും തുകൽ പാദരക്ഷാ വ്യവസായങ്ങൾക്കും GST പരിഷ്കരണത്തിന്റെ പ്രയോജനം ലഭിക്കും. ചിക്കൻകാരി പോലുള്ള തുണിത്തരങ്ങൾക്കും 2500 രൂപ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങൾക്കും GST 5% കുറച്ചത് അവയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹിക പുനർനിർമ്മാണത്തിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിദ്യാഭ്യാസമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യയുടെ വികസന യാത്രയിൽ വിദ്യാർത്ഥി പങ്കാളിത്തം ശക്തമാക്കുന്നതിനായുള്ള വികസിത് ഭാരത് ബിൽഡത്തോൺ 2025-ന് നാളെ തുടക്കം. പോളിയോ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് രാജ്യമെമ്പാടും ഇന്ന് പൾസ് പോളിയോ പ്രതിരോധ യജ്ഞം നടക്കുന്നു. കേരളത്തിൽ ശിശുമരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഘട്ടമാണിതെന്ന് മന്ത്രി വീണ ജോർജ്.
ജമ്മു കാശ്മീരിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക BJP പുറത്തിറക്കി. കേരളത്തിൽ കൊല്ലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ആരോഗ്യവകുപ്പ് ജാഗ്രത ശക്തമാക്കി. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരം വൈകിട്ട് 3-ന് വിശാഖപട്ടണത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.